പശ്ചിമേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ വളരെ നിർണായകവും അപ്രതീക്ഷിതവുമായ ചില വികാസങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. പതിനായിരക്കണക്കിന് കോടി ഡോളറുകൾ ചെലവഴിച്ച് പശ്ചിമേഷ്യയിൽ നിരന്തരം യുദ്ധത്തിൻ്റെയും സംഘർഷങ്ങളുടെയും അന്തരീക്ഷം സൃഷ്ടിച്ച അമേരിക്കയോട് ഇവിടെ നിന്നും നിങ്ങളുടെ സൈന്യത്തെയും കൊണ്ട് എത്രയും വേഗം മടങ്ങിപ്പോകണം മിസ്റ്റർ എന്ന് ഗൾഫ് രാജ്യങ്ങൾ പോലും പരസ്യമായി ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ ഒരു വലിയ സമ്മർദ്ദത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിലപാടുകളും നീക്കങ്ങളും പുറത്തുവരുന്നത്. വിദേശ മാധ്യമങ്ങളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ ഇറാൻ തയ്യാറാവുകയാണെങ്കിൽ തങ്ങൾ മുൻപ് മുന്നോട്ട് വെച്ചിരുന്ന കഠിനമായ ആണവ കരാർ വ്യവസ്ഥകളിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാൻ ട്രംപ് തയ്യാറായേക്കും. അത്തരമൊരു നയതന്ത്രപരമായ വഴങ്ങലിന് US ഉദ്യോഗസ്ഥർ തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ ട്രംപിന് യാതൊരു തരത്തിലുള്ള മടിയുമില്ലാത്ത ആളാണ്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല അദ്ദേഹം ഇന്ന് പറയുന്നത്. ഇന്ന് പറയുന്ന നിലപാടുകൾ നാളെ വളരെ എളുപ്പത്തിൽ തിരുത്തി പറയുകയും ചെയ്യും. ഇറാനെ സമ്പൂർണ്ണമായി തകർക്കുക, ഇറാന്റെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അവിടെ ഭരണമാറ്റം കൊണ്ടുവരിക, ആണവ പദ്ധതികൾ പൂർണ്ണമായി നിർത്തിവെപ്പിച്ചുകൊണ്ട് ഇറാന്റെ കീഴടങ്ങൽ ഉറപ്പാക്കുക എന്നതൊക്കെയായിരുന്നു മുൻപ് ട്രംപ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ട്രംപ് പറയുന്നത് ഇറാൻ ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധവും നിയന്ത്രണങ്ങളും മാറ്റി നൽകിയാൽ അമേരിക്കയ്ക്ക് എല്ലാം ഓക്കെയാണ് എന്നാണ്. ഇറാന് മേൽ ചുമത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാമെന്നും അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ ആസ്തികളും ഫണ്ടുകളും തിരികെ നൽകാൻ തയ്യാറാണെന്നും കൂടുതൽ പ്രതികാര നടപടികൾ ഇല്ലാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാമെന്നുമാണ് ട്രംപിന്റെ പുതിയ ഓഫർ. എന്നാൽ ട്രംപ് പറയുന്ന ഇത്തരം വാക്കുകൾ വിശ്വസിച്ച് അത്ര എളുപ്പത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ കരാറിനോ ഇറാൻ ഒട്ടും തയ്യാറല്ല എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. ഒമാൻ മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചകളിലെ ചില കാര്യങ്ങൾ പാകിസ്ഥാനെ അറിയിക്കാമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ട്രംപുമായി ഇനി യാതൊരു തരത്തിലുള്ള നേരിട്ടുള്ള കരാറിനോ ഇടപാടുകൾക്കോ തങ്ങളില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയതൊള്ള മുജ്തബ ഖുമേനി കടുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതിന് തെളിവാണ് ഇറാന്റെ വിപ്ലവസേനയായ IRGC തലപ്പത്ത് അടുത്തിടെ ഇറാൻ വരുത്തിയ വൻ അഴിച്ചുപണികൾ. കടുത്ത നിലപാടുള്ള അമേരിക്കയോട് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഹാർഡ് ലൈനേഴ്സിനെയാണ് സേനയുടെ പ്രധാന ചുമതലകളിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അമേരിക്കയുടെ മുന്നിൽ തലകുനിക്കാതെ ഇറാന്റെ പരമാധികാരവും താൽപ്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകാനാണ് ഇറാന്റെ തീരുമാനം. ചുരുക്കത്തിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ തുടരുന്നിടത്തോളം കാലം അമേരിക്കയുമായി യാതൊരുവിധ നയതന്ത്ര ചർച്ചകൾക്കും ഇറാൻ തയ്യാറാകില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് അവരിപ്പോൾ നൽകുന്നത്. അമേരിക്ക എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിലപാട് തണുപ്പിച്ച് പിന്മാറാൻ നോക്കുന്നത് എന്ന് വിശകലനം ചെയ്താൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ആദ്യത്തേത് അമേരിക്കയിൽ വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു സമാധാന ശ്രമത്തിന്റെ പ്രോഗ്രസ് കാർഡ് കാണിക്കേണ്ടത് ട്രംപിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അമേരിക്കൻ ജനതയ്ക്കിടയിൽ യുദ്ധം അങ്ങേയറ്റം അപ്രിയവും എതിർപ്പുമുള്ളതുമായ ഒന്നാണ്. തങ്ങളുടെ നികുതിപ്പണം അപാരമായി ചെലവഴിച്ച് അനാവശ്യ യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നതും അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതും വോട്ടർമാർ ഒരിക്കലും വെച്ചുപുറപ്പിക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് തലയൂരി പിന്മാറുക എന്നതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. രണ്ടാമത്തേത് ഇസ്രയേലിന്റെ നിലപാടുകളോടുള്ള അമർഷമാണ്. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിംഗ്ടൺ സന്ദർശിച്ച് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങിയപ്പോൾ ഇറാനെതിരെ ഒരു വൻ ആക്രമണം ഉണ്ടാകുമെന്നാണ് ലോകം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. ഇസ്രായേലിന്റെ വാക്ക് മാത്രം കേട്ട് ഇനി മുന്നോട്ടു പോകാൻ താനില്ലെന്ന് ട്രംപ് പരോക്ഷമായി വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ ഈ പിന്മാറ്റം കണ്ടപ്പോൾ അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിലും ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇറാനെതിരെ പോരാടാൻ അറിയാം എന്ന രീതിയിലുള്ള നിരാശാജനകമായ പ്രസ്താവനയാണ് നെതന്യാഹു പിന്നീട് നടത്തിയത്.
അതിനോടൊപ്പം തന്നെ ട്രംപിനെ വല്ലാതെ ഭയം പിടികൂടിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് വിദേശ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം ബ്രിട്ടനിലേക്ക് പോകുമ്പോൾ വളരെ നാടകീയവും രഹസ്യവുമായ ഒരു നീക്കമാണ് അവിടെ നടന്നത്. ഖത്തർ സമ്മാനമായി നൽകിയ 747-8 വിമാനത്തിൽ അങ്കാറയിലെത്തിയ ട്രംപ് മാധ്യമപ്രവർത്തകർ കാണെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 കയറുകയും കതവുകൾ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് തന്റെ വിമാനത്തിന് നേരെ അട്ടിമറിയോ മിസൈൽ ആക്രമണമോ ഉണ്ടായേക്കാം എന്ന കടുത്ത ഭയത്താൽ മാധ്യമപ്രവർത്തകർ പോലും അറിയാതെ അങ്കാറയിൽ വെച്ച് ട്രംപ് രഹസ്യമായി മറ്റൊരു ചെറിയ സൈനിക വിമാനത്തിലേക്ക് മാറുകയായിരുന്നു. ലണ്ടനിൽ ഈ ചെറിയ വിമാനത്തിലാണ് ട്രംപ് ആദ്യം ലാൻഡ് ചെയ്തത്. തുടർന്ന് ലണ്ടനിൽ ലാൻഡ് ചെയ്ത എയർഫോഴ്സ് 1 ട്രംപ് വീണ്ടും കയറുകയും ഒന്നും അറിയാത്തതുപോലെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയുമാണ് ഉണ്ടായത്. ശരിക്കും ഒരുതരം ക്രൈം ത്രില്ലർ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ നാടകീയ നീക്കങ്ങൾ. സ്വന്തം ജീവന് ഭീഷണിയുണ്ടെന്ന് ഭയന്ന് വിമാനം മാറി ഇറങ്ങി സഞ്ചരിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ ലോക ചരിത്രത്തിൽ മുൻപൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഒരു താൽക്കാലികവും അസുഖകരവുമായ ശാന്തത മാത്രമാണുള്ളത്. പ്രശ്നങ്ങൾ സങ്കീർണമാക്കി വെച്ച് അവിടെ നിന്നും തലയൂരാനാണ് അമേരിക്കയും ട്രംപും ഇപ്പോൾ തീവ്രമായി ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ചോദിക്കേണ്ട വളരെ ലളിതമായ ഒരു ചോദ്യമുണ്ട്. ആണവ കരാറും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടതില്ലെന്നും കാര്യങ്ങൾ ഇറാന്റെ നിബന്ധനകൾക്ക് വിധേയമായി പരിഹരിക്കാമെന്നുമാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ തീരുമാനമെങ്കിൽ എന്തിനായിരുന്നു ഇത്രയും കാലം അവിടെ ബോംബുകൾ വർഷിച്ചത്? എന്തിനായിരുന്നു ഇത്രയധികം മനുഷ്യജീവനുകൾ പൊലിഞ്ഞതും രാജ്യത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വിതച്ചതും? യുദ്ധം കൊണ്ടുണ്ടായ ഈ വലിയ അപഹാസ്യമായ അവസ്ഥയ്ക്ക് അമേരിക്ക ലോകത്തോട് എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത് എന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്.